ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 3യിൽ നമ്മൾ പാർട്ട് 2ൽ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു റെഗുലേറ്റർ ഐ സി കംപ്ലൈൻ്റ് ആയിരുന്നു, ഷോർട്ട് ആയിരുന്നു. അപ്പം അത് കാരണം ഷോർട്ട് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു ഐ സി മാറ്റി ഷോർട്ട് മാറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ പിന്നെ നമ്മൾ ആഡ് ചെയ്തത് ഈ ഒരു ബോർഡാണ്. ഈ ഒരു ബോർഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് നമ്മൾ എങ്ങനെയാണ് സോൾഡറിങ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെയാണ് ഈ ഒരു ബോർഡും സോൾഡറിങ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്ട്രാ പിന്നെ കാണിക്കാറ്. ഈ ഒരു ബോർഡ് നമ്മൾ സോൾഡറിങ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്, പക്കയാണ്. ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട്, അതായത് നമ്മൾ ഇതിൽ കൊടുത്ത ട്രാൻസ്ഫോമർ ഈ ഒരു ട്രാൻസ്ഫോമറാണ്, 25/025 5 ആമ്പിയർ ട്രാൻസ്ഫോമർ, 6 ആമ്പിയർ ട്രാൻസ്ഫോമർ. ഈ 6 ആമ്പിയർ ട്രാൻസ്ഫോമറിൽ നിന്ന് ഇതിലോട്ട് കണക്ഷൻ കൊടുത്തു. ഇതിൽ നിന്ന് DC ഔട്ട്പുട്ട് ചെക്ക് ചെയ്തു. അപ്പം ഏകദേശം ഒരു 33 വോൾട്ട് ഉണ്ട്. ആ 33 വോൾട്ട് നമ്മൾ ഈ ഒരു ബോർഡിലേക്കാണ് കൊടുത്തത്. പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് ഈ ഒരു ബോർഡിലേക്കാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ യൂണിവേഴ്സലിൻ്റെ റിമോട്ട് കിറ്റാണ്. ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ റിമോട്ട് കിറ്റിൽ നിന്നും ഉള്ള 5 ചാനൽ ഔട്ട്പുട്ട്, 5 ചാനൽ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, ബാക്ക് സൈഡ് ലെഫ്റ്റ്, ബാക്ക് സൈഡ് റൈറ്റ് എന്നുള്ള 5 ചാനലുകൾ നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് നമ്മളടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അത് എങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലീവ് ഇട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സ്ലീവ് ഇട്ട് നേരെ ഈ ഒരു ബോർഡിൻ്റെ അടി സൈഡിൽ കൂടെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് അതിൽ ആ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ മാർക്കിങ് ഇവിടെ വയറെടുത്ത് സോൾഡറിങ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ ആയി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബോർഡിൻ്റെ 5 ചാനൽ ഔട്ട്പുട്ട് ഉണ്ട്. അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണുന്നല്ലോ 1, 2 അതുപോലെയുള്ള 5 ചാനൽ ഔട്ട്പുട്ട് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ 5 ചാനൽ ഔട്ട്പുട്ടിനെ വയർ സോൾഡർ ചെയ്ത് നേരെ സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്കാണ് കൊണ്ടുവന്നത്. ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക്, അതായത് ഈ മെയിൻ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഔട്ട്പുട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12/012 AC സപ്ലൈ ആണ്. അതിൻ്റെ സപ്ലൈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സബ്വൂഫറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള 40/040 10 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറിൽ നിന്നും എടുത്തിട്ടാണ് ആ ഔട്ട്പുട്ട്, ആ AC ഔട്ട്പുട്ട് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഇനി ഇവിടെ ഡയോഡ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കയറി DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഒരു ബോർഡിന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് നടക്കും. അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചാനലിൻ്റെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അത് ഈ സബ്വൂഫറിൻ്റെ ഔട്ട്പുട്ട് ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത് നേരെ ഇതിൻ്റെ കണക്ഷനും ബാക്കി 5 ചാനലിൻ്റെ കണക്ഷനും എടുത്തിട്ട് നേരെ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് കൊടുത്തേക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഔട്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഔട്ടിനെ എടുത്തിട്ട് നമ്മൾ നേരെ ഈ ഒരു ഇവിടെ കുറച്ച് ബനാന സോക്കറ്റാണ് വരുന്നത്. അതിൻ്റെ വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അത് പാർട്ട് 4 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നേരെ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പണി അവിടെ തീരും. അപ്പോൾ അത് നമുക്ക് 4ാമത്തെ പാർട്ട് 4ൽ കാണാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ റിമോട്ട് കിറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 12 വോൾട്ട് കണക്ഷനാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കാനുണ്ട്. അതിൻ്റെ കണക്ഷൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മഞ്ഞയും വെള്ളയും വയറാണ് അതിൻ്റെ കണക്ഷൻ. അപ്പോൾ അത് ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഇതിലേക്ക് 12 വോൾട്ട് AC കൊടുത്തതിന് ശേഷം 12/012 AC കൊടുത്ത് അത് ഡയോഡ് വഴി കയറി ഇറങ്ങുമ്പോൾ അത് ഏകദേശം 16 വോൾട്ട് വരും. 16 വോൾട്ടിന് നമ്മളൊരു 12 വോൾട്ട് റെഗുലേറ്റർ IC ഉപയോഗിച്ചിട്ട് 12 വോൾട്ട് ആക്കിയിരിക്കുകയാണ്. ആ ഒരു 12 വോൾട്ടിനെ നേരെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന റിമോട്ട് കിറ്റിന് കൊടുത്തിട്ടുണ്ട്. അതേ 12 വോൾട്ട് തന്നെയാണ് നമ്മളിത് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു 12 വോൾട്ട് നേരെ നമ്മുടെ USB മോഡ്യൂളിന്, ഫ്രണ്ടിൽ വരുന്ന USB മോഡ്യൂളിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേക്കും വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സൗണ്ട് കൺട്രോളിന് ഡിസ്പ്ലേക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് കണക്ഷൻസ് ഉണ്ട്. ആ ഒരു കണക്ഷൻസ് നമ്മൾ ഈ ഒരു വയർ വഴിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വയർ വഴി നേരെ എടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഡിസ്പ്ലേയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മൾ ഈ ഡിസ്പ്ലേയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വരുന്ന ഡിസ്പ്ലേ ആണ്. അത് നമ്മളിവിടെ ഈ ഫ്രണ്ടിൽ ഈ ഭാഗത്ത് ഇങ്ങനെയായിട്ട് വയ്ക്കുന്നതിനാണ്. പാനലിൽ നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മളതിവിടെ വയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ
റിമോട്ട് കിറ്റിലേക്ക് നമ്മുടെ USB മോഡ്യൂളിലേക്ക് വേണ്ടിയിട്ടുള്ള 12 വോൾട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ USB മോഡ്യൂളിൽ നിന്ന് പോകുന്ന ഓഡിയോ ഔട്ട്പുട്ട്, ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ അതെടുക്കുന്നതിന് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള കേബിൾ. ഇവിടെ ഈ ഒരു കേബിളിന് ഏകദേശം 1 മീറ്റർ 85 രൂപ അടുപ്പിച്ച് വിലയുള്ള ഒരു കേബിളാണ്. അപ്പോൾ ഈ ഒരു കേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് USB മോഡ്യൂളിൽ നിന്ന് പോകുന്ന ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ഒരു കേബിളാണ്, ഷീൽഡ് കേബിളാണ്. അപ്പം ആ കാര്യം ഓക്കെ ആയി. അടുത്ത് നമുക്കിനി ചെയ്യാനുള്ളത് പാനൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ കൊടുക്കുന്നതിന് ഒരു 2 ദിവസം മുമ്പ് മാത്രമേ ഞാൻ പാനൽ ഇതിൽ ഫിറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്കിതിനകത്ത് AC കോഡ് കണക്ട് ചെയ്യണം. 3 പിൻ കണക്ഷനുള്ള 3 വയേഴ്സ് ഉള്ള 3 കോർ വയർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ സോഫ്റ്റ് സ്റ്റാർട്ടും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഇത് ചെയ്യുന്ന ബാലുചേട്ടനാണ്. ബാലുചേട്ടന് സോഫ്റ്റ് സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. സോഫ്റ്റ് സ്റ്റാർട്ടർ വച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആവശ്യം ഈ സോഫ്റ്റ് സ്റ്റാർട്ടർ അതിലൊരു പ്രൊട്ടക്ഷനും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ AC സപ്ലൈ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ പ്രൊട്ടക്ഷനും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ആ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ 600-700 രൂപ കൊടുത്ത് നമ്മൾ വയ്ക്കുന്നതിൽ വലിയ അർത്ഥം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് ആരും യൂസും ചെയ്യാറില്ല. ഈ ഇടയ്ക്കാണ് ആ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ ഒരു പുഷ് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് സ്റ്റാർട്ട് ആവുകയും പിന്നെ ആംപ്ലിഫയറിൻ്റെ സൈഡിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞെങ്കിൽ സപ്ലൈ കട്ടായി പ്രൊട്ടക്ഷൻ മോഡിലേക്ക് നിൽക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സർക്യൂട്ടൊക്കെയാണ്, അങ്ങനത്തെ സർക്യൂട്ടൊക്കെയാണ് മാർക്കറ്റിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള സോഫ്റ്റ് സ്റ്റാർട്ടർ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അത് ആഡ് ചെയ്യുന്നതിൽ ഗുണമുണ്ട്. ഇപ്പോഴേ നിലവിലുള്ള സോഫ്റ്റ് സ്റ്റാർട്ടർ ആഡ് ചെയ്തിട്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്വൂഫറിൽ നിന്നുള്ള ഔട്ട്പുട്ട് സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് നമുക്കിനി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സലിൻ്റെ ഒരു സബ്വൂഫർ ബോർഡാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അടുത്ത് ഇനി നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് ഒരു ഫാനാണ്. എനിക്ക് തോന്നുന്നു ഒരു ഫാനിൻ്റെ ആവശ്യം വരുള്ളൂ. ഇപ്പോൾ ഈ 2 ബോർഡുണ്ട്. 2 ബോർഡ് അത്യാവശ്യം ഹീറ്റ് ആവുന്നതാണ്. ഇവിടെ നമുക്ക് എയർ വെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിൻ്റെ ഹീറ്റ് ആ ഫാൻ തന്നെ വലിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞോളും. അപ്പം ഓവറായിട്ട് നമുക്ക് ഫാൻ വയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഒരു ഫാനിൻ്റെ കണക്ഷന് നമ്മൾ ഇവിടെ നിന്നൊരു ടാപ്പിംഗ് ഉണ്ട്. ആ ഒരു ടാപ്പിംഗ് 12 വോൾട്ട് ഇതിലേക്ക് വിട്ടിട്ടുണ്ട്. ആ 12 വോൾട്ട് എടുത്ത് നമുക്ക് ആ ഫാനിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാനുള്ള സപ്ലൈ ആയി. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, ഫ്രണ്ട് പാനലിട്ട് മൂടി വയ്ക്കുക. അത് ഫ്രണ്ട് പാനലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ മൂടി വയ്ക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറും കൂടെ മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കുറച്ച് ഒരു 2-3 ദിവസത്തിനകത്ത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫുൾ വർക്ക് ഞാൻ തീർക്കും. അപ്പം ഈ ഒരു വർക്ക് തീർന്നതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് വർക്കുകളും കൂടെ ഉണ്ട്. ആ വർക്കുകളുടെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ട് 3 എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ്. ബാക്കിയുള്ള ഇനി വയറിങ് സോൾഡറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് ഇടാം. ഇപ്പം കുറച്ച് സമയത്തിൻ്റെ ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഈ വയർ സോൾഡറിങ് ചെയ്ത ഈ ഇതിൻ്റെയൊക്കെ വയർ സോൾഡറിങ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇടാത്തത്. കാര്യം ഈ ഒരു ബോർഡിൻ്റെ സോൾഡറിങ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത് അടുത്ത് ഇതും കൂടെ ഇട്ട് വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ ഇത് നമുക്കിനി ഞാൻ പറഞ്ഞ പോലെ സബ്വൂഫറിൻ്റെ ഔട്ട് എടുത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനിൽ കൊടുത്തതിന് ശേഷം ആ സ്പീക്കർ പ്രൊട്ടക്ഷനിൽ നിന്നുള്ള ഔട്ട്പുട്ടുകളെല്ലാം ബനാന സോക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ് നമുക്കിനി അടുത്ത് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ USB മോഡുകളും പാനലും വച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാനുണ്ട്. പിന്നെ സൗണ്ട് 2 നോബുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. അതിൽ ലൈറ്റും വയ്ക്കാനുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പണി ഏകദേശം ഫുള്ള് തീർന്നു എന്ന് പറയാം. അത്ര തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഏകദേശം 10,000 സബ്സ്ക്രൈബുകളോ അടുപ്പിച്ച് എത്തുന്നുണ്ട്. അപ്പം ആ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബ് 10,000 ആക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കേണ്ടതാണ്. കൂടാതെ തന്നെ നമ്മൾ 5,000 സബ്സ്ക്രൈബ് ആയപ്പോൾ 2 ഫുൾ റേഞ്ച് അവാർഡിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ സമ്മാനമായിട്ട് ഫാറൂഖ് റഹീം എന്ന് പറയുന്ന ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഈ ഒരു വീഡിയോ 10,000 സബ്സ്ക്രൈബ് അടിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം നമ്മൾ നല്ല കമൻ്റ് ഇടുന്ന നല്ല ചാനൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ ഏതെങ്കിലും ഒരാളിന് ഞാൻ നല്ലൊരു സമ്മാനം കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടാതെ തന്നെ നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ഡൈ ആഡിയോ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അതിനകത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. ആംപ്ലിഫയർ ബോർഡ് സർക്യൂട്ട് ഡിസൈനർമാർ PCB ഡിസൈനർമാരൊക്കെ ആ ഗ്രൂപ്പിനകത്ത് ഉള്ളതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ആ ഗ്രൂപ്പിലേക്ക് വരേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ പാർട്ട് 4 നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ കൂടാതെ തന്നെ ഒരുപാട് സ്പീക്കേഴ്സിൻ്റെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒട്ടനവധി സ്പീക്കേഴ്സിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് കയറിയിട്ട് ആ ഒരു വീഡിയോസ് നിങ്ങൾ കാണേണ്ടതാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.